അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നഈമി വിഷൻ ചാനലിലൂടെ മഹാനായ മടവൂർ CM വലിയുള്ളാന്റെ ചരിത്രം ഒന്ന് അയവിറക്കാം, അതൊന്ന് മനസ്സിലാക്കാം, പഠിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചില ഭാഗങ്ങളായി ആ ചരിത്രം നമുക്ക് പറഞ്ഞു തീർക്കണം, നമുക്കത് പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. കാരണം കേരളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം ഔലിയാക്കളുണ്ട്. അവരുടെ കൂട്ടത്തിൽ അത്യുന്നതനായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വലിയൊരു മഹാനാണ് മടവൂർ CM വലിയുള്ള. നമ്മളൊക്കെ മടവൂർ ഷെയ്ഖുന, മടവൂർ ഷെയ്ഖ് എന്നൊക്കെ പറയാറുണ്ട്. ആ മഹാന്റെ ചരിത്രം, അവിടുന്ന് ജനിച്ചത് മുതൽ വളരെ അത്ഭുതം നിറഞ്ഞ ജീവിതമായിരുന്നു. ചെറുപ്പകാലത്തുള്ള കാര്യങ്ങളും അവിടുന്ന് അങ്ങോട്ട് ആ കുട്ടി വളർന്നു വരുന്തോറും അവിടുത്തെ ജീവിതം വരാൻ പോകുന്ന വലിയ ഒരു പദവിയിലേക്ക് എത്താൻ പോകുന്ന കുട്ടിയാണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. ജനിച്ചത് മുതൽ തന്നെ അത്ഭുതങ്ങളാണ് മഹാനവറുകളിൽ നിന്നുണ്ടാകുന്നത്. അവിടുത്തെ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു സന്താനങ്ങളിൽ നിന്നും വ്യതിരിക്തമായ ജീവിതം, മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യം, ഓമനത്വത്തിനും ബാധീഭവിച്ചു. അതായിരുന്നു മഹാന്റെ ചെറുപ്പകാലം. എല്ലാവരിൽ നിന്നും സ്നേഹവും ലാളനയും വേണ്ടത്ര ലഭിച്ചു. മലയാളത്തിനപ്പുറം വിദൂര ദിക്കുകളിൽ ഇലാഹി സ്മരണകളിൽ മുഴുകേണ്ട കുട്ടിയാണിത്. CMന്റെ ബാല്യകാലവും വിജയകരമായിരുന്നു. മഹാനവറുകളെ കുറിച്ച് CM എന്ന് എല്ലാവരും പറയാറുള്ളത് സന്തോഷ നിമിഷങ്ങളായിരുന്നു. കുട്ടിക്കുറുമ്പുകളിൽ നിന്നും കുറ്റക്കുറവുകളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം. ഒറ്റ നോട്ടത്തിൽ ആർക്കും ആ കൊച്ചിനോടുള്ള സ്നേഹവാത്സല്യം ഉദിക്കും. പിടിവാശികളില്ല, പിണക്കങ്ങളില്ല. എന്നാൽ മടയത്തരമോ മൂകതയോ അതുമില്ല. ചെറുപ്പത്തിൽ സാധാരണ കുട്ടികൾക്കുണ്ടാകാറുള്ള ചിത്താന്തരങ്ങളും ചീത്ത വൃത്തികളും ഒട്ടുമുണ്ടായിരുന്നില്ല. കരഞ്ഞ് ശല്യപ്പെടുത്താറുമില്ല. കളിപ്രായത്തിൽ വല്ലപ്പോഴുമൊക്കെ കളിച്ചിരുന്നു. വെറും കളിയും തമാശയും എന്ന രീതി ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്കില്ലായിരുന്നു. ഇത് പ്രവാചകന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ മഹത്തുക്കളുടെയും ജീവിതത്തിൽ ഇത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് CM മടവൂർ. വിശ്വാസികൾ അതിനെ അംഗീകരിക്കും, അല്ലാത്തവർ സംശയത്തിലും ജീവിക്കും. ഇസ്ലാമിക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന കുടുംബ വീട് ചിറ്റടി മീത്തലിലാണ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരും കുടുംബവും ജീവിക്കുന്നത്. ക്രിസ്താബ്ദം 1935, ഹിജ്റ 1354, മുഹറം 14. അന്നാണ് കളപ്പിലാവ് തറവാട്ടിൽ നിന്ന് ചിറ്റടി മീത്തലിലേക്ക് മാറിയത്. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇസ്ലാമിക സംസ്കാരത്തിന്റെ നിറകുടങ്ങളായി മാറും. ഇസ്ലാമിക മൂശയിൽ സ്ഫുടം ചെയ്യപ്പെടും. ഉമ്മ പണ്ഡിത വനിതയാണ്. വിശുദ്ധ ഖുർആൻ ആകർഷകമായി പാരായണം ചെയ്യും. അത് കേട്ടുകൊണ്ടാണ് CM വളർന്നത്. പിതാവ് പാണ്ഡിത്യത്തിന്റെ നിറകുടം. ഇസ്ലാമിക ചിട്ടയിൽ നിന്ന് അണുമണി വ്യതിയാനം അനുവദിക്കില്ല. കർക്കശമായ പരിപാലനം. മറ്റു കുടുംബാംഗങ്ങളെല്ലാം മതനിഷ്ഠയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവിയുടെയും സംരക്ഷണത്തിൽ വളർന്ന അലി റളിയല്ലാഹു അൻഹു ബിംബങ്ങൾക്ക് മുമ്പിൽ നമിക്കാത്തതിനാൽ കറമല്ലാഹു വജ്ഹഹു എന്ന വിശേഷണത്തിന് അർഹരായവർ. അത് പാപമുക്തർക്ക് ലഭിച്ച അംഗീകാരമാണ്. CM വലിയുള്ളാഹിയുടെ കുടുംബ പശ്ചാത്തലവും തികച്ചും ആധ്യാത്മിക സരണിയിൽ അധിഷ്ഠിതമായിരുന്നു. മകന്റെ ഭാവിയിൽ പ്രതീക്ഷ അർപ്പിച്ച് ആ ദമ്പതികൾ പൊന്നോമനയെ പരിലാളനയോടെ വളർത്തി. സാധാരണ സമപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തമായി പലതും ലോകം ആ കുട്ടിയിൽ ദർശിച്ചു. പലരും അത് അനുഭവിച്ച് അയവിറക്കി. ഷെയ്ഖുനായുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ ഒരു സംഭവം വിവരിച്ചു തുടങ്ങി. അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ പതിവായി പാൽ വാങ്ങാറുണ്ടായിരുന്നു. മുതിർന്ന ആരെങ്കിലും ആയിരുന്നു അത് വാങ്ങാൻ പോവാറുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ ഒരു ദിവസം 5 വയസ്സിന് താഴെ പ്രായമുള്ള
കുഞ്ഞ് CM ആണ് പാല് വാങ്ങാൻ പോയത്. അവിടുത്തെ വീട്ടുകാർക്കും ഉത്സാഹം. ഗൃഹനാഥൻ അല്പം പാൽ കൂടുതൽ നൽകി. കാരണം ആ കുഞ്ഞല്ലേ പാലിന് വന്നത്. കുഞ്ഞിനോടുള്ള സ്നേഹം കാരണത്താൽ അല്പം പാല് കൂടുതൽ നൽകി. പാലുമായി മടങ്ങി അവർ വീട്ടിലെത്തി. ഉമ്മയോട് ചോദിച്ചു, എന്തിനാണ് ഉമ്മ പാൽ അധികം നൽകിയത്? അതിന് നമുക്ക് പണവും നൽകണം. ആ ഉമ്മയുടെ മനം നിറയാൻ പിന്നെന്തു വേണം? അല്പം പാൽ അയൽവാസി അധികം നൽകിയപ്പോൾ അതിന് അധികം പണം കൊടുക്കണമെന്ന് 5 വയസ്സിൽ താഴെ പ്രായമുള്ള ആ കുഞ്ഞ് CM തൻ്റെ ഉമ്മയോട് പറയുകയാണ്. നോക്കൂ, എന്തൊരു സത്യസന്ധത, ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ആത്മാർത്ഥത. സൽക്കർമ്മങ്ങൾ ബാല്യകാലം മുതലേ ആ കുഞ്ഞിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് മനസ്സിലായി. പരിശുദ്ധ പ്രവാചകരുടെ ബാല്യകാലമാണ് ഇവിടെ ഓർമ്മയിൽ തെളിയുക. മഹത്തുക്കളുടെ മഹത്വം ചെറുപ്പത്തിലേ മനസ്സിലാക്കാം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന പഴമൊഴി മഹാന്റെ ജീവിതത്തിൽ അർത്ഥപൂർണമായിരുന്നു. ജനനം മുതൽ പ്രവാചകത്വം വരെയുള്ള അംബിയാഇന്റെ ജീവിതം ഇലാഹി പരിവേഷത്തിലായിരിക്കും. വിലായത്ത് വരെയുള്ള ഔലിയാഇന്റെ ജീവിതവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. മുത്തുനബിയെ അൽ അമീൻ എന്ന ഓമന പേര് വിളിക്കാൻ നിദാനമായ നിമിഷങ്ങൾ, സുന്ദരവും സുരഭിലവുമായ ആ ബാല്യകാല ദശ ഇവിടെ നാം ദർശിക്കുകയാണ്. എത്രയെത്ര ആളുകൾക്ക് ആ കുരുന്നിനെ കുറിച്ച് അയവിറക്കാനുണ്ട്. അങ്ങനെ കുട്ടി വളർന്നു വരികയാണ്. പഠനം ആരംഭിക്കാൻ സമയമായി. പ്രാരംഭ വിദ്യാസമ്പാദനം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു. പിതാവ് പണ്ഡിതനാണ്. എത്രയോ തലമുറകൾക്ക് വിജ്ഞാനത്തിന്റെ മധു പകർന്നുകൊടുത്ത മഹാപണ്ഡിതൻ. അള്ളാഹുവിന്റെ വിശുദ്ധ വചനം ബിസ്മി കൊണ്ട് തന്നെയാണ് തുടക്കം. നന്മയുടെ വാതായനങ്ങൾ തുറക്കേണ്ടതിങ്ങനെയാണ്. വാപ്പ ആദ്യമായി ആ കുട്ടിക്ക് ബിസ്മി ചൊല്ലിക്കൊടുക്കുകയാണ്. സുഹൃത്തുക്കളുടെ തുടക്കം ബിസ്മി കൊണ്ടായാൽ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. മതകാര്യങ്ങളിലും മറ്റും പിതാവ് ചിട്ടയൊത്ത പഠനവും പ്രായോഗികതയും നൽകി. കുഞ്ഞുമോന്റെ ആ ഉപ്പ പരലോകം പുൽകി. 7 വയസ്സ് പ്രായത്തിൽ അനാഥത്വത്തിന്റെ രുചിയറിഞ്ഞ കൊച്ചു ബാലൻ അതാ 7ാമത്തെ വയസ്സിൽ തൻ്റെ വാപ്പ ഈ ലോകത്തോട് വിട പറയുകയാണ്. അവർ തൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് കടന്നു. വെളുത്തേടത്ത് പറമ്പിലെ കുളത്തിൻകരയിലുണ്ടായിരുന്ന ഒരു പ്രൈമറി സ്കൂൾ, അതായിരുന്നു അന്നത്തെ ഓത്തുപള്ളിയും എഴുത്തുപള്ളിയും. പിതാവ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരായിരുന്നു മാനേജർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മടവൂർ പ്രദേശത്ത് അനുവദിച്ചു കിട്ടിയ സ്കൂൾ ഇപ്പോൾ അത് നിലവിലില്ല. വിദ്യയെ അതിയായി സ്നേഹിക്കുന്ന CM പിന്നീട് ഈ ഓത്തുപള്ളിയിലായിരുന്നു പഠനം നടത്തിയത്. തുടർന്ന് മടവൂർ UP സ്കൂളിലും. തൻ്റെ ഇടവും മിടുക്കും ആ കുട്ടിയിൽ പ്രകടമായിരുന്നു. വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകൾ, അവയെക്കുറിച്ചുള്ള മനസ്സിന്റെ യാത്ര. കുട്ടി വളരും തോറും അന്വേഷണ തൃഷ്ണയും വളരുന്നു. മാതൃഭാഷയിൽ അസാമാന്യ പരിജ്ഞാനം. അത് പല സമകാലീന പ്രസിദ്ധീകരണങ്ങളിലൂടെയും ലേഖനങ്ങളായും മറ്റും വെളിച്ചം കണ്ടു. സ്ഫുടമായ സംസാരം, ആരെയും ആകർഷിക്കും വിധം വശ്യമായിരുന്നു. സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ, സ്വതസിദ്ധമായ ശൈലീവിലാസം കൊണ്ട് നിറഞ്ഞ അക്ഷരക്കൂട്ടങ്ങൾ, ബുദ്ധിയും സൗന്ദര്യവും സ്വഭാവ ഗുണങ്ങളും ഒത്തിണങ്ങിയ പ്രകൃതം. ആത്മീയതയുടെ മുന്നോട്ടുള്ള പടവുകൾ മുന്നിൽ കാണുന്നത് പോലെ ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ നുകരണം. ദീനീ ഉലൂമിന്റെ മഹത്വവും ശ്രേഷ്ഠതയും കരഗതമാക്കണം. ആ ബാലന്റെ മനസ്സ് മന്ത്രിച്ചു. ശരീഅത്തിന്റെ സമുദ്രത്തിൽ കയറണം, തുരീഖത്തിന്റെ കപ്പലിൽ യാത്രയാവണം, ഹഖീഖത്ത് എന്ന മുത്തിനെ കരസ്ഥമാക്കണം. ഇനി വൈകിക്കൂടാ, ദർസിൽ പോവുക തന്നെ മാർഗം. അങ്ങനെ ആ കുട്ടി മുതഅല്ലിമാവുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി മുതഅല്ലിമായി ആ കുട്ടി ഇറങ്ങുകയാണ്. നാട്ടുനടപ്പ് പോലെ മടവൂർ ജുമാ മസ്ജിദിൽ ദർസ് പഠനത്തിന് നാന്ദി കുറിച്ചു. പിതാവ് അസ്ഥിവാരമിട്ടു തന്ന പഠനം, പിതാവ് തുടങ്ങിക്കൊടുത്ത പഠനം. അവരുടെ വേർപാടിന് ശേഷം അത് മുറിഞ്ഞു പോയിക്കൂടാ. മോങ്ങം അവറാൻ മുസ്ലിയാരാണ് അന്ന് അവിടെ മുദരിസ്. അറിവിന്റെ ദൃഢകുടമാണ്, തികഞ്ഞ ഭക്തനാണ്. പണ്ഡിത കുലപതിയായിരുന്ന മഹാനുഭാവന്റെ മഹനീയമായ ശിക്ഷണം, ആത്മീയവും അനുപേക്ഷണീയവുങ്ങളുമായ വിജ്ഞാനങ്ങൾ അവർ പകർന്നു നൽകി. CM വളർച്ചയുടെ പടവുകൾ താണ്ടിത്തുടങ്ങി. അവറാൻ മുസ്ലിയാർക്ക് ശേഷം മലയമ്മ നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാരായിരുന്നു മടവൂരിൽ മുദരിസായിരുന്നത്.
മടവൂരിന് ദീനീ രംഗത്ത് സൽകീർത്തി നേടിക്കൊടുക്കുകയും സുദീർഘകാലം ഇവിടെ സേവനം ചെയ്യുകയും ചെയ്ത പണ്ഡിത തേജസ്സാണ്. ഉന്നത തറവാട്ടിലെ ഉജ്ജ്വല കണ്ണി. മരക്കാർ ഹാജിയായിരുന്നു പിതാവ്. മാതാവ് ആമിന ഹജ്ജുമ്മ, അബ്ദുൽ ഖാദർ ഫൽബരി, കുത്തുബി, കണ്ണിയത്ത് എന്നിവരാണ് പ്രധാന ഗുരുവര്യന്മാർ. മടവൂരിന് പുറമെ കൊടുവള്ളി, പടന്ന, മുണ്ടോട് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. അല്പകാലം സ്വഭവനത്തിൽ വെച്ചും വിജ്ഞാന പ്രസരണം നടത്തി. 1973 ജൂലൈ 26 ആ മഹാൻ ഇഹലോകവാസം വെടിഞ്ഞു യാത്രയായി. കേരള ജനതയ്ക്കിടയിൽ ഉന്നത സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. എന്ത് സംശയവും എപ്പോഴും ചോദിക്കാം, ഉത്തരം റെഡി. വ്യക്തതയും കൃത്യതയും നിറഞ്ഞ മറുപടി, സ്പഷ്ടമായ സുന്ദരമായ വിശദീകരണം, മനസ്സിൽ പതിയുന്ന വിവരണം. CM ഉയർന്ന കിതാബുകളിലേക്ക് പ്രയാണം ആരംഭിച്ചു. മിഷ്കാത്ത്, അൽഫിയ തുടങ്ങിയ കിതാബുകളൊക്കെ മലയമ്മ ഉസ്താദാണ് ഓതിക്കൊടുത്തത്. പ്രായത്തിനൊത്ത് വളർച്ചയില്ലാത്ത ശരീരഘടന, പൊതുവെ കുറിയ പ്രകൃതം, ബാഹ്യമായി അന്നങ്ങനെ വിശേഷിപ്പിക്കാം മടവൂരിനെ. CMനെ ചെറിയൊരു മുത്തഅല്ലിം, വലിയ വലിയ കിതാബുകൾ ഓതുന്നത് ജനങ്ങളിൽ കൗതുകമുളവാക്കി. നെടിയനാട് ഉസ്താദ് ഒരു സംഭവം ഓർമ്മയിൽ നിന്ന് ചെകഞ്ഞെടുത്ത് പറയുന്നത് കാണാം. ഒരിക്കൽ മിഷ്കാത്ത് എന്ന വലിയ കിതാബുമായി CM പള്ളിയുടെ കോണിപ്പടി കയറുകയാണ്. പെട്ടെന്ന് അടിതെറ്റി വീണു. സംഭവം ഉസ്താദിന്റെ കാതുകളിലെത്തി. അവർ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ നീ മിഷ്കാത്ത് ഓതേണ്ട. കുട്ടാഞ്ചേരി ഹസൻകുട്ടി ഹാജി ഷേഖുനായോട് ഒന്നിച്ച് ദർസ് പഠനം നടത്തിയ വ്യക്തിയാണ്. ദർസ് ജീവിതം അദ്ദേഹം ഇന്നും ഓർക്കുന്നുണ്ട്. ഇമ്പിച്ചാവുള്ള മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുന്ന കാലം, ഇമ്പിച്ചാവുള്ള മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുന്ന കാലത്ത് പല കിതാബുകളും അവർ ഒന്നിച്ചാണ് തുടങ്ങിയിരുന്നത്. പക്ഷേ അപൂർവ ഗ്രാഹ്യശക്തിയിലൂടെ CM എല്ലാവരെയും മറികടന്നു. ഓത്തുകഴിഞ്ഞാൽ നിലത്ത് മലർന്നു കിടക്കും. അതാത് ദിവസം ഓതിക്കൊടുത്തത് പിന്നീട് നോക്കുന്നതും കാണാറില്ല. എങ്കിലും ഉസ്താദ് ചോദിക്കുമ്പോൾ എല്ലാം കിട്ടും, എല്ലാം മനഃപ്പാഠമാണ്. അക്കാലത്ത് ഉറങ്ങാൻ തലയണ ഉപയോഗിക്കാറില്ലെന്നാണ് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സദാ അംഗശുദ്ധിയിൽ നിഷ്കർഷത പാലിച്ചിരുന്നു. ഒരു കറാഹത്ത് പോലും ചെയ്തതായിട്ട് അറിവില്ല. മിക്ക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കും. ദിവസം 1-2 തവണ മാത്രം ഭക്ഷണം. തഹജ്ജുദ് അടക്കം സുന്നത്ത് നിസ്കാരങ്ങളിൽ കണിശത പുലർത്തി പോന്നു. അങ്ങനെ തൻ്റെ സ്വദേശം വിടുകയാണ്. ആ ചെറിയ മുത്തഅല്ലിമ് വലിയ വലിയ കിതാബുകൾ ഓതാൻ വേണ്ടി സ്വന്തം നാട് വിട്ടു പോവുകയാണ്. ആഴമേറിയ പഠനത്തിനു ശേഷം സ്വദേശം വിടണമെന്ന് തന്നെയാണ് അന്നത്തെയും പൊതു തത്വം. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും തന്നെ അന്നില്ല. ഭക്ഷണമായി വല്ലതും കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. എന്നാൽ ത്യാഗം ചെയ്ത് അറിവ് സമ്പാദിക്കണം. ഉസ്താദിനോട് സമ്മതം വാങ്ങി സ്വദേശം വിട്ടു. ഇമ്പിച്ചാലി മുസ്ലിയാരുടെ കൊടുവള്ളി ദർസിൽ ചേർന്ന് പഠിച്ചു. മലയമ്മ ഉസ്താദ് കൊടുവള്ളിയിൽ ദർസ് ഏറ്റെടുത്തപ്പോൾ CM വീണ്ടും അവിടെ കൂടി. കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി ഉസ്താദ് മങ്ങാട്ട് ദർസ് നടത്തുമ്പോൾ അവർ വീണ്ടും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. കുറഞ്ഞ കാലങ്ങളിലായി ഈ 2 ഉസ്താദുമാരുടെയും കീഴിൽ മാറി മാറി പഠനം നടത്തി. കുറച്ചു കാലം ഉള്ളാളത്തുപോയി. സൂഫി ചിന്തകൾ നേരത്തെ തന്നെ നാം പെടുത്തിരുന്ന ആ മനസ്സ് അവിടേക്ക് പോകാൻ നേരത്തെ കൊതിച്ചു. ഭാവിയിൽ തന്റെ ആത്മീയ ഗുരു മൊയ്തീൻ സാഹിബിന് അന്തിയുറങ്ങേണ്ട ഭൂമിയാണ് ഉള്ളാൾ. സയ്യിദ് മദനി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ആ അനുഗ്രഹീത പ്രദേശം CM കുറച്ചു കാലം അവിടെ ഓതിപ്പടിച്ചു. പുണ്യവാളന്മാരോട് കൂടെയുള്ള സഹവാസം അത് ആ മനസ്സിന് വെള്ളവും വളവും നൽകിക്കൊണ്ടേയിരുന്നു. ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ ഒരു ഭാഗത്ത് വളർന്നു പന്തലിച്ചു. ത്വരീഖത്തിന്റെ അന്തരാർത്ഥങ്ങളിലേക്കും ഹഖീഖത്തിന്റെ ഫലങ്ങളിലേക്കും ആ മനസ്സ് വെമ്പൽ കൊണ്ടിരുന്നു. പുറം ലോകം അത് വായിച്ചെടുത്തില്ല. ഔലിയാഇന്റെയും ആരിഫുകളുടെയും ജീവിതം ഇങ്ങനെ നിഗൂഢതകളുടെ സംഗമ ഭൂമിയാണ്. അങ്ങനെ മഹാനായ മടവൂർ CM പറയുന്ന ശംസുൽ ഉലമയുടെ EK അബൂബക്കർ മുസ്ലിയാരുടെ ദർസിൽ വരികയാണ്. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പ്രസംഗവേദികളിൽ കത്തിപ്പടരുന്ന കാലമാണ്. ധാരാളം പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ, ഉറുദുവും ഇംഗ്ലീഷും ചേർന്നവ, വമ്പിച്ച ദർസ് സദസ്, ആശയങ്ങളുടെ മഹാപ്രവാഹം. എന്തൊരു വിജ്ഞാനം, എത്രമാത്രം പാണ്ഡിത്യം, എന്തൊരു വാചാലത.
ഷംസുൽ ഉലമയെ കുറിച്ച് CM ധാരാളം കേട്ടു. ശിഷ്യനാവാൻ അതിയായ ആഗ്രഹം. തളിപ്പറമ്പിൽ മുദരിസായിട്ടുള്ള വാർത്ത പരന്നു. CM തളിപ്പറമ്പിലെ കൂവത്ത് ലക്ഷ്യമാക്കി. കൂവത്തിന്റെ ചരിത്രം ആ മനസ്സിൽ തികട്ടി വന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം, കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ ഉയർന്നു വന്ന സ്ഥാപനം. 1917 പൊന്നാനി മഖ്ദൂം കുഞ്ഞിബാബ മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ അവരുടെ ദുആയോടുകൂടിയാണ് ഇത് ആരംഭിച്ചത്. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. കേരളക്കരയുടെ രോമാഞ്ചമായ EK അവരവിടെ സദർ മുദരിസായി വന്നു. ഉയർന്ന കിതാബുകൾ ഓതുന്ന വിദ്യാർത്ഥികൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരുന്നു. EK ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ അവർ ആവേശത്തോടെ കാത്തിരിക്കും. ഉസ്താദ് ആവേശം തേടി വന്നവരെ പരിശോധിച്ചു. നമ്മുടെ CM-ഉം അക്കൂട്ടത്തിലുണ്ട്. പ്രഗത്ഭമതിയായ അവർക്ക് അഡ്മിഷൻ കിട്ടാതിരുന്നില്ല. ദർസുദ്ഘാടനം ഗംഭീരമാക്കണം. ഒരുക്കങ്ങൾ തകൃതിയിൽ ആരംഭിച്ചു. 1948 ഓഗസ്റ്റ് 22 ആ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാവാൻ തളിപ്പറമ്പിലെത്തിൽ ചേർന്ന നീണ്ട പണ്ഡിത നിര. CH ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, വി മമ്മാലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് അലി കുഞ്ഞിക്കോയ തങ്ങൾ, AN കുഞ്ഞിക്കോയ സാഹിബ്. ഉപരിപഠന ക്ലാസിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കാൻ സമസ്ത പ്രസിഡന്റ് അബ്ദുൽ ബാരി മുസ്ലിയാർ അവർകൾ എത്തിച്ചേർന്നു. ഭക്തി നിർഭരമായ ദുആയോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. ഇതൊരു നാഴികക്കല്ലാണ്. സ്ഥാപനത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള പ്രവേശനം. ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ വിദ്യാർത്ഥികൾക്ക് മഹല്ലി ഓതിക്കൊടുത്തു. വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജിലെ സിലബസ് ആണ്. അതനുസരിച്ചാണ് ക്ലാസുകൾ നടത്താൻ തീരുമാനിച്ചത്. കൂവത്തിന്റെ സുവർണ കാലഘട്ടം, അതിൻ്റെ പേരും പെരുമയും വളർന്നു. ഇവിടെ ഓതിയ വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് വളരെ പ്രഗത്ഭരായി തീർന്നു. അവർക്കിടയിൽ എടുത്തു പറയേണ്ട ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. വലിയുല്ലാഹി CM മടവൂർ, നമ്മുടെ കഥാപുരുഷൻ. KK അബൂബക്കർ ഹസ്രത്ത്, കൊയ്യോട് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, AV ആലിക്കുട്ടി മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ. അവർ EK അബൂബക്കർ മുസ്ലിയാരുടെ അനുജനാണ്. ആലിക്കുട്ടി മുസ്ലിയാർ കുമ്പള, അബ്ദുള്ള മുസ്ലിയാർ തിക്കരിപ്പൂർ, EK ആലി മുസ്ലിയാർ, EK അബ്ദുള്ള മുസ്ലിയാർ എന്നിവരാണവർ. തുടർന്ന് ഒരുപാട് വലിയ പണ്ഡിതന്മാർ EK അബൂബക്കർ മുസ്ലിയാരുടെ ഷംസുൽ ഉലമയുടെ ദർസിൽ ഓതി പഠിച്ചവരാണ്. അതിഗഹനമായിരുന്ന കിതാബുകൾ സദർ മുദരിസ് തന്നെയായിരുന്നു അവകൾ ഓതിക്കൊടുത്തിരുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങുന്ന ആ ദൗത്യം രാത്രി വരെ തുടരും. സന്ധ്യയാകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ടാകും, എന്നാലും വിശ്രമിക്കില്ല. കഠിനാധ്വാനത്തിന്റെ പ്രതീകമായിരുന്നു മഹാൻ. ആ പാണ്ഡിത്യത്തിന്റെ ആഴമടുത്തറിയാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് മേൽ സൂചിപ്പിച്ച മഹത്തുക്കളായ ശിഷ്യന്മാർ. വലിയ കേരളം കണ്ട വലിയ പണ്ഡിതനാണ് EK അബൂബക്കർ മുസ്ലിയാർ. ആ മഹാനെ പോലെ ഇന്നും ഒരു പണ്ഡിതൻ കേരളക്കരയിൽ വന്നിട്ടില്ല. അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു, വലിയ ബുദ്ധിശാലിയായിരുന്നു ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. എല്ലാവരെയും കരുത്തുറ്റ ശിക്ഷണത്തിലൂടെ വളർത്തിയെടുത്തു. ഇനി അവർ സമുദായത്തിന്റെ നാനാ തുറകളിൽ നായകത്വം വഹിക്കണം. അതായിരുന്നു അവരുടെ അതിയായ ആഗ്രഹം. അവരെല്ലാം ഏതൊക്കെ പദവികൾ വരെ വളർന്നു എന്നതിന് പിൽക്കാല ചരിത്രം സാക്ഷിയാണ്. ഷംസുൽ ഉലമ കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരെ 2ാം മുദരിസായി നിയോഗിച്ചു. അദ്ദേഹം ഷംസുൽ ഉലമയുടെ ശിഷ്യനും സഹപാഠിയുമാണ്. 5.25 വർഷം ഷംസുൽ ഉലമ കൂവത്തിലുണ്ടായിരുന്നു. 1953 ഡിസംബർ 31 അവർ അവിടെ നിന്നും വിടവാങ്ങുന്നത്. ആ ജീവിതത്തിലെ സമുജ്വലമായ ഒരു കാലഘട്ടമായിരുന്നു കൂവത്തിലേക്ക്. ആരോഗ്യമുള്ള കാലം, വിദ്യാർത്ഥി മനസ്സിലേക്ക് വിജ്ഞാനത്തിന്റെ കൈവഴികൾ തുറന്നിടാൻ കഴിവുള്ള കാലം. ഈ സുവർണത്തിന്റെ ഘട്ടത്തിലാണ് ഷെയ്ഖുന CM മടവൂർ അവിടെ എത്തുന്നതും അവിടെ പഠനം നടത്തുന്നതും. അവരുടെ പഠന ജീവിതത്തിന് നല്ലൊരു ശതമാനവും ചിലവഴിച്ചത് ഇവിടെ തന്നെയായിരുന്നു. ഷംസുൽ ഉലമ തളിപ്പറമ്പ് വിട്ടപ്പോൾ CM മടവൂർ മഹാനവറുകളും അവിടെ വിട്ടു. മഹാനവറുകൾ ഉപരിപഠനത്തിനായി പോവുകയാണ്. കൂവത്തിൽ 4 വർഷമാണ് അവിടുന്ന് പഠനം നടത്തിയത്. അങ്ങനെ ആ കൂവത്തിലെ 4 വർഷം കൊണ്ട് മഹാനായ CM മടവൂർ വലിയ പണ്ഡിതനായി മാറി. എല്ലാ കിതാബുകളിലും കഴിവുള്ള വലിയ പണ്ഡിതനായി മാറി.
പോരാ, മുതഅല്ലിമായിരുന്ന കാലത്തു തന്നെ മഹാനവറുകൾ സൂഫിയായിരുന്നു. മഹാനവറുകൾ സൂക്ഷ്മതയുള്ളവരായിരുന്നു, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നവരായിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലേക്ക് കാലെടുത്തു വെച്ച് തുടങ്ങിയിരുന്നു എന്ന് അവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മഹാനവറുകൾ അവിടെ നിന്നും ഉപരിപഠനത്തിനായി ബാഖിയാത്തുസ് സാലിഹാത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഉന്നതന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരാണ് ദർസ് നടത്തുന്നത്. അവിടെ ചെന്ന് ആ മഹാന്മാരുടെയും ശിഷ്യത്വം സ്വീകരിക്കണം. അവിടെ നിന്ന് ഇൽമുകൾ പഠിക്കണം, ഇൽമുകൾ നുകരണം. അതിനുവേണ്ടി മഹാനവറുകൾ ബാഖിയാത്തുസ് സാലിഹാത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മഹാനവറുകൾ ഇൽമു പഠിക്കുന്നു. മഹാന്മാരായ ഉസ്താദുമാരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു, ഇബാദത്തിലായി മുഴുകുന്നു. അങ്ങനെ ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന മഹാനവറുകൾ 1960 തൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ, മടവൂർ ദേശത്ത് തന്നെ ദർസ് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് രണ്ടാം ഭാഗത്തിൽ നമുക്ക് കേൾക്കാം, നമുക്ക് ആസ്വദിക്കാം, കേട്ട് മനസ്സിലാക്കാം. ആ മഹാന്റെ ചരിത്രം പഠിക്കുന്നതിൻ്റെ കാരണമായി, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാവർക്കും അത്താണിയാണ് മടവൂർ. എല്ലാ വേദനയുള്ളവർക്കും വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും എല്ലാം അത്താണിയായി ഇന്നും മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സി.എം. വലിയുല്ലാഹിൽ മടവൂരിയി ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് റഹ്മാനായ റബ്ബേ, ആ മഹാന്റെ ചരിത്രം അയവിറക്കിയതിന്റെ കാരണത്താൽ, ആ മഹാന്റെ ചരിത്രം പഠിച്ചതിന്റെ കാരണത്താൽ, ആ മഹാന്റെ ചരിത്രം പറഞ്ഞതിന്റെ കാരണത്താൽ, അത് കേട്ടതിന്റെ കാരണത്താൽ, ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. മഹാനായ സി.എം. വലിയുല്ലാഹിൽ മടവൂരിയി ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ്, ആ മഹാനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് രണ്ടാം ഭാഗം വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കേൾക്കാം. എല്ലാവരും പൂർണ്ണമായും ഇത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.